വി.ഡി. സതീശൻ പറയുന്നത് സെക്രട്ടറിക്ക് അദ്ദേഹത്തിനോട് വലിയ വിരോധമാണ്, അതുകൊണ്ടാണ് സെക്രട്ടറി എപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നത്, മറ്റ് നേതാക്കളെ വിമർശിക്കാത്തത് അവരോട് വിരോധമില്ലാത്തതുകൊണ്ട് എന്നോട് എന്തുകൊണ്ടോ വലിയ വിരോധമാണെന്നാണ്. എനിക്കൊരു വിരോധമില്ല. ഇദ്ദേഹം തന്നെ ഞങ്ങൾ തമ്മിൽ ചക്കരയും പീരമ്പയിലും നടന്നല്ലേ പറവൂര്. ഞാനവിടെ ചെല്ലുന്ന എല്ലാ യോഗത്തിലും ഇദ്ദേഹം വരത്തില്ല. ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരുന്നത് ഞങ്ങൾ ക്ഷണിക്കുമായിരുന്നല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ താൻ ആരാണ്ടാണെന്നൊരു തോന്നൽ അങ്ങോട്ട് കയറി. പുള്ളി പ്രതിപക്ഷ നേതാവായ പുള്ളിയാണ് തവള വീർത്ത പോലെ അങ്ങോട്ട് വീർത്ത് ഇത് മാക്കെന്നും പറഞ്ഞ് പിന്നെ പറയാൻ തുടങ്ങി. പിന്നെ ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതായി. എന്തും പറയാന്നേ ഒന്നുമില്ല. ഞാനതെല്ലാം മറന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു തിരുവനന്തപുരത്ത് ഒരു കല്യാണത്തിന് വെച്ച് എന്നെ കണ്ടു. ഞാൻ വീട്ടിലേക്കൊന്ന് വരണം, എനിക്കൊരു വിഷയം. ഞാൻ പറഞ്ഞു നിങ്ങളോട് എനിക്ക് വലിയ വിഷയമുണ്ടോ, കോൺഗ്രസിനോട് എനിക്ക് വലിയ വിഷയമുണ്ട്. പ്രശ്നാധിഷ്ഠിതമായി ഞാൻ വല്ലതും പറയും എന്നുള്ളതല്ലാതെ എനിക്ക് വിരോധമില്ല. ഞാനൊന്നും വീട്ടിലേക്ക് വരണം. ഞാൻ വന്നോന്ന് പറഞ്ഞു. അല്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിട്ട് പണി. ഇത് എങ്ങനെ നിന്ന് ലീഗിൻ്റെ നാക്കല്ലേ, ലീഗിൻ്റെ നാക്കായിട്ടല്ലേ പ്രതിപക്ഷ നേതാവ് നിൽക്കണത്. എന്തിനാ കരയണത്? അതൊക്കെ നാടകം. കാരണം ലീഗിൻ്റെ നാക്കായി നിൽക്കുന്ന കാര്യം കോൺഗ്രസിനകത്ത് ഒരു സപ്പോർട്ടും ഇല്ല. കോൺഗ്രസ്സുകാർക്കെല്ലാം അവജ്ഞയാണ്. സതീശൻ ഒറ്റയ്ക്കാണ്, പക്ഷേ ലീഗിൻ്റെ സപ്പോർട്ടുണ്ട്. ലീഗ് പറഞ്ഞ പോലെ ചാടി കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞതല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. കോൺഗ്രസ് ആകണമെന്ന് ഒരാൾ പറഞ്ഞ് വന്നാലും ലീഗ് നേതാക്കൾക്ക് പോലെ കണ്ട അനുവാദം മേടിച്ചിട്ടല്ലേ അവനെ കോൺഗ്രസ് ആക്കുന്നത്. അതെ, സന്ദീപാരം ഇത്രയും ഗതികേട് കോൺഗ്രസ്സിന് കേരളത്തിൽ വന്നു പോയില്ലേ. കാരണം അവർ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ തടവറയില്ല, മുസ്ലിം അല്ല മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് വിഷമം. എന്ത് സംഭവിക്കാനാണ്? എന്തോ ആര് അന്ന് കാക്ക മലന്ന് ഉറക്കും എഴുതിയിട്ടോ. വേണുഗോപാല അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമല്ലേ. വേണുഗോപാൽ ബുദ്ധിയുള്ളവനാണ്, കഴിവുള്ളവനാണ്. ഞാനിതുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇവിടെ എല്ലാം രണ്ടിത്തിരിഞ്ഞ് നടന്നതാണ്. അവസാനം ഡൽഹി ചെന്ന് പാരായി. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഒരു രാഷ്ട്രീയ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരാളായി മാറാൻ സാധിച്ചുവെങ്കിൽ, അത് കേരളക്കരയിലൊരു മലയാളി സാധിച്ചുവെങ്കിൽ അത് വലിയ കഴിവ് തന്നെയാണ്. ഒരു കുഴപ്പമില്ല മുഖ്യമന്ത്രിയാകാൻ. കാരണം അതിന് കഴിവുണ്ടല്ലോ. അതുകൊണ്ടല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായിട്ട് വീഴണമെങ്കിൽ കഴിവ് വേണം. ആ കഴിവിൻ്റെ അടുത്തൊന്നും, ആ രോമത്തിൻ്റെ കഴിവൊന്നും പോലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവില്ല. രമേശിന് കഴിവുള്ളവനാണ്. കാരണം എത്രയോ കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അല്ല, അവരായിട്ട് വേണ്ടേ. ഇവിടെ ഇടതുപക്ഷമല്ലേ വരുള്ളൂ. അവരെല്ലാം സ്വപ്നമല്ലേ ഇത്. അല്ല, അവർ രണ്ടുപേരും ആകുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. കാരണം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനേക്കാൾ എത്രയോ ഡിപ്ലോമാറ്റിക്കായിട്ട് ആളുകളെ കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് അവർ രണ്ടുപേരും. പക്ഷേ ഇവിടെ അവർക്ക് ഭൂരിപക്ഷം കിട്ടണ്ടേ. ചങ്ങാതി കോൺഗ്രസിന് എവിടെയും കിട്ടണ ഭൂരിപക്ഷം നിങ്ങൾ കണക്ക് പറ. ഇവിടെ BJP വളർന്നുകൂടാ. ഈ BJP വളർന്നപ്പോൾ കോട്ട് പോയത് ആരുടേതാണ്? ലീഗിൻ്റെ വോട്ടല്ല പോയത്, കോൺഗ്രസിൻ്റെ വോട്ടാണ് പോകുന്നത്. ലീഗ് ഇവിടെ BJP ഇവിടെ സീറ്റ് നേടുകയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരിത്തോളം ജയിക്കും ചിലയിടത്തെല്ലാം. ആ ജയിക്കുമ്പോൾ ആ ജയത്തിൻ്റെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കുമോ. BJPക്ക് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുമ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ആർക്കാണ്? LDFനാണ്. അതെ, കോൺഗ്രസിൻ്റെ വോട്ടല്ല, വേറെ ആരുടെ വോട്ടാണ് പിടിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അപ്പോഴും സ്ട്രോങ് ആയിട്ട് അവിടെ ഉണ്ടാകും.